explain. Love can change the beating of your heart, like the sunshine in the rain. Love can make your whole world fall apart, but I want it now. Just wanna spend my life with you. Time will show me how. Suddenly everything has turned me inside out. Suddenly love's a thing that I can't live without. You're my dream, my love, my life. I just wanna spend my life with you. You're the one that makes me smile. I just wanna spend my life with you. Gotta love somehow. Just wanna spend my life with you. You can show me how. Suddenly everything has turned me inside out. Suddenly love's a thing that I can't live without. You're my dream, my love, my life. I just wanna spend my life with you. You're the one that makes me smile. I just wanna spend my life with you. What if you're right and he was just another nice guy? What if you're right? What if it's true? They say the cross will only make a fool of you. And what if it's true? What if he takes his place in history with all the prophets and the kings who taught us love and came in peace? But then the story ends. What then? But what if you're wrong? What if there's more? What if there's hope you never dreamed of hoping for? What if you jump and just close your eyes? What if the arms that catch you by surprise? What if he's more than in love? What if it's love? And what if you did way down deeper than your simple-minded friends? What if you dig? But what if you തന്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയമായിരിക്കും. രാത്രിയിലെ ഭേഗത്തെയും പകൽ പകർന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സജീത മഹാമാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരെണ്ണം നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിന്റെ വഴികൾ എന്നെ കാത്തു പാലിക്കാൻ അവർ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലയുടെയും മേൽ നീ ചവിട്ടി നടക്കും.
യുവസിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകുകയും ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. Lord of all creation, of water, earth and sky, the heavens are your tabernacle. Glory to the Lord on high, God of wonders beyond our galaxy. You are holy, holy. The universe declares your majesty. You are holy, holy. Lord of heaven and earth, Lord of heaven and earth. Early in the morning, I will celebrate the light. When I stumble in the darkness, I will call your name by night. God of wonders beyond our galaxy, you are holy, holy. The universe declares your majesty. You are holy, holy. Lord of heaven and earth. നമുക്ക് പ്രിയപ്പെട്ട ജിതിനും ജസ്റ്റിനെ വിവാഹ വാഗ്ദാനം നടത്താനായി തയ്യാറായി ദേവാലയത്തിൽ തിരികെയാണ്. അവരെ ഇരുവരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങി നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം തിരുക്കരമുകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റിനയുടെ ഇടവക അക്കരപ്പള്ളിയാണ്, ചാനലങ്കിരി സെൻറ്റ് ജോസഫാണ്. ഇവിടെ കുറച്ചുകൂടെ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വരാനായിട്ടൊക്കെ ജിതിന് കൂട്ടുകാർക്ക് വരാൻ 6 കടക്കാതെ വരാൻ വേണ്ടി ഇങ്ങനൊരു സംവിധാനം ഇപ്പുറത്തോട്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ സൗകര്യം പ്രമാണിച്ചാണ്. അപ്പോൾ തന്നെ ഈ മനസ്സമ്മതത്തിന് ഞാൻ വരുന്നത് അവർ ചെയ്യുന്നു. എല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം തിരുക്കരമുകളിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം വിശ്വാസപൂർവ്വം ഇവർക്ക് വേണ്ട കൃപകൾ വാങ്ങിക്കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവരാവാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതേ, ദുഷ്ടാരൂപിയെ ഞങ്ങളെ
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവ് ആദിമമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റബേക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാലേക്കും. ആമേൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കി കർത്താവെ, വിവാഹ വാഗ്ദാനത്തിൽ നടന്നിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശന്നു വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മകളെ വന്നു കേൾക്കുവിൻ. ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എങ്കിൽ തന്നെ വ്യാജഭാഷയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്ന് അകന്ന നന്മ ചെയ്യുവിൻ. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അടഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവാദികമയാകെ നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിലെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാലേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമകനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമീകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിലേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ. സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവാദികമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് വരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാലേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. പിതാവിനെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. ഇരിക്കണം. ടീച്ചർ പിള്ളേരോട് പടം വരയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പിള്ളേരുടെ കൊച്ചു പിള്ളേരാണ്, പുസ്തകമൊക്കെ ഉണ്ട്, പടമുള്ള മൃഗങ്ങളുടെയൊക്കെ പടം, മൃഗങ്ങളെ, പക്ഷികളെ
പൂക്കളൊക്കെ ചെടികൾ അങ്ങനത്തെ ഒരു പുസ്തകമാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു എല്ലാവരും സീബ്രയുടെ പടം വരയ്ക്കണം. പിള്ളേരൊക്കെ പുസ്തകം തുറന്ന് സീബ്ര എന്നൊക്കെ വരയ്ക്കാൻ തുടങ്ങി. ഒരുത്തിന് വായിക്കാനൊന്നും അറിയത്തില്ല. ഇവിടുത്തെ പിള്ളേർ പലരെ പോലെ അവൻ വായിക്കാൻ പറ്റില്ല. അവൻ ചോദിച്ചു, ടീച്ചർ ഒരു ക്ലൂ തരാമോ സീബ്രയ്ക്ക്? അവൻ പറഞ്ഞു നമ്മുടെ നാട്ടിലൊന്നും അധികം ഇല്ലാത്ത ഒരു ജീവിയാണ്, നമ്മുടെ നാട്ടിലൊന്നും അധികം ഇല്ല. അവൻ നോക്കി പടമൊക്കെ കുറേ തപ്പിയിട്ട് പടം വരയ്ക്കാൻ തുടങ്ങി. ഒരു ചതുരമൊക്കെ വരച്ചിട്ട് 4 ചുള്ളിക്കമ്പ് പോലെ 4 സാധനം കാലാണ്. എന്നിട്ട് ഒരു വെള്ളക്കായ ഈർക്കിലി വെള്ളക്കായ വെച്ചു സാധനം മേളിൽ വെച്ചു. ടീച്ചർ വെച്ച് നീ എന്താണ് ഈ വരച്ച് വെച്ചേക്കണേ? അവൻ വരച്ച് വെച്ചത് കാണിച്ചു കൊടുക്കും. ജിറാഫിൻ്റെ പടം നോക്കി അവൻ വരച്ചേക്കണേ. അവൻ നോക്കി ജിറാഫിൻ്റെ നാട്ടിൽ കണ്ടുള്ളൂ, വലിയ കഴുത്തുനീളമുള്ളത്. അപ്പോൾ ഇതായിരിക്കും സീബ്ര എന്ന് ഓർത്ത് അവൻ ജിറാഫിനെ വരയ്ക്കുകയാണ്. അപ്പം അവൻ നോക്കി വരച്ചത് എന്താണോ അതവിടെ കാണുന്നത്. എന്തിനെ നോക്കിയാണ് വരച്ചത് അതേ അവൻ്റെ പുസ്തകത്തിലുണ്ടാവുള്ളൂ. നമ്മൾ എവിടെ നോക്കി നമ്മളെ രൂപീകരിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. സുവിശേഷത്തിലെ കർത്താവ് പറയുന്നത് നിങ്ങൾ ലോകത്തെ നോക്കിയിട്ട് സ്വയം രൂപീകരിക്കാനല്ല, ചുറ്റുമുള്ള കുടുംബങ്ങളെ നോക്കിയിട്ട് നിങ്ങളുടെ കുടുംബത്തെ രൂപീകരിക്കാനല്ല. മറിച്ച് സുവിശേഷം പറയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമുക്കൊരു വിചാരമുണ്ട് നമ്മുടെ സ്നേഹം കുഴപ്പമില്ല, നല്ല സൂപ്പർ സ്നേഹമാണ്, ഇവരുടെയൊക്കെ സ്നേഹത്തെക്കാളും കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരം ഉണ്ടാവും. അത്രയും പോരാ. ഇതിന് അത്രയും പോരെന്നാണ് വചനം പറയുന്നത്. ഈശോ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. രസ്യനായി പിടികിട്ടുന്നു. ഇപ്പൊ ഈശോയുടെ സ്നേഹമാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടതും അനുവർത്തിക്കേണ്ടതും. ബാക്കിയുള്ള ആളുകൾ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചാൽ അത് കൂദാശയുടെ സ്നേഹമാവില്ല. ദൈവികമായ സ്നേഹത്തിലേക്ക് വരാനാണ് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നത്. അതിനവൻ സ്നേഹം നൽകിയിട്ടുണ്ട്. സ്നേഹത്തിന് മാതൃക അവതരിപ്പിച്ചു, സ്നേഹം നൽകുന്നു. വിശുദ്ധ കുർബാനയിലെ സ്നേഹം അതാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിയാൻ ബലിയുടെ സ്നേഹം അറിയണം. വിശുദ്ധ കുർബാനയിലെ സ്നേഹം ബലിയുടെ സ്നേഹമാണ്. വിഭജിച്ചു നൽകുന്ന, മുറിച്ചു നൽകുന്ന സ്നേഹമാണ്. അവിടെ പ്രതിഫലം തിരികെ ഒന്നും നോക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. കിട്ടിയാൽ കിട്ടി. അതുകൊണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെ മിശിഹ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നുള്ളതാണ് മുമ്പ്. അപ്പോഴാണ് കുടുംബം ഭൂമിയിലെ സ്വർഗമാകുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയല്ല ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും ഭൂമിയിലെ സ്വർഗമായി മാറണം. ഇത് യാഥാർത്ഥ്യമാവണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ സ്വയം നിറയുവാനും ആ സ്നേഹം കുടുംബത്തിൽ ആവിഷ്കരിക്കാനും ദമ്പതികൾ തയ്യാറാവണം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് മറ്റ് വ്യക്തികളിൽ നിന്ന് എന്നതിലുപരി മിശിഹായിൽ നിന്നാണ്. അതുകൊണ്ട് കർത്താവിനെ സൂക്ഷിച്ചു നോക്കുവാനും അവൻ്റെ ശൈലികൾ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കുവാനും അത് ഭംഗിയായി നടപ്പിലാക്കാനും തയ്യാറായാൽ അതിശയകരമായ ജീവിതമായിരിക്കും നിങ്ങളുടേത്. നിങ്ങളുടെ ജീവിതത്തെ നോക്കി സഭയും സമൂഹവും അഭിമാനം കൊള്ളും. മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ സന്തോഷിക്കും. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. ഇവിടെ ആഴമായ സ്നേഹത്താൽ നിറയാൻ മിശിഹായുടെ സ്നേഹം ധ്യാന വിഷയമാവുകയും ആ സ്നേഹം ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ വിവാഹത്തിനൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സഭാവിതരണത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം അനുകൂലാശാദപതികൾക്കുമ്പിലും ദൈവമായി നടത്തുന്ന ഉടമ്പടിയും മരണപര്യന്തം നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവാദ്യമായി വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്.
ജോസഫ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. മേരി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. രണ്ട് ഭാഗം ഓരോ സാക്ഷികളുണ്ട്. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ നിർമ്മല വധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന് നാഥനായ മാർ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെ മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തൻ്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിൻ്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കുദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I'll stay. When you move, I'll move. I will follow. All your ways are good. All your ways are sure. I will trust in you alone. Higher than my sight, high above my life. I will trust in you alone. Where you go, I'll go. Where you stay, I'll stay. When you move, I'll move. I will follow you. Who you love, I'll love. How you serve, I'll serve. If this life I lose, I will follow you. Yeah, I will follow you. On their wedding day, may God's love be with you. This is what we pray. May God walk with you, talk with you, and hold your hand. May His Spirit be surrounding you in all that you do. As you enter your new life on your wedding day, be accepting and forgiving. Love is the way. Cherish one another each and every day. May your love grow within you. This is what we pray. May God walk with you, talk with you, and hold your hand. May His Spirit be surrounding you in all that you do. May God walk with you, talk with you, and hold your hand. May His Spirit be surrounding you in all that you do. Yes, this is what we pray for you on your wedding day.
Guys, put your hands together to the beautiful couple, Jidin and Jessina, onto the dais. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കട്ടെ. Let's pray to the God Almighty to keep their life as happy and charming as they are now. We all wish you dears a wonderful life together as you step into a dream come true moment. രണ്ട് വ്യക്തികൾ മാത്രം ചേരുന്നതല്ല, രണ്ട് കുടുംബങ്ങൾ കൂടി ചേരുന്ന മഹനീയമായ ഒരു കൂതാശയാണ്. ആൻഡ് ഇന്ന് ഇവർ ഇരുവരും സമ്മതം നൽകിയതോടുകൂടി മണപ്രാമ്പള്ളി കുടുംബവും പാറയിൽ കുടുംബവും ഒന്നായി തീരുകയാണ്. ഈ മഹനീയ മുഹൂർത്തത്തിൽ നമുക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി തന്നെ ചേട്ടൻ്റെ അമ്മയും അച്ചാച്ചനെയും സഹോദരിയായ ജസ്നയെയും സ്റ്റേജിലേക്ക് വളരെയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം
സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും. സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ. എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിമ്മായാലാവണ്യം. ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി, ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി. നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം. തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം. മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമാ. മനതാരിൻ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ? കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ. തീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ. എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം. ഈ കാതുകളിൽ നീയാണു രാഗം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ചെഞ്ചുണ്ടത്തോടിച്ചോ ചെറുവാൽ കിളിയേ, നെഞ്ചെന്തു പിടച്ചോ പറയൂ പതിയെ, മഞ്ചാടിക്കൊമ്പത്താ